CK വിദ്യാസാഗർ, അങ്ങേക്കൊക്കെ എത്രയോ കാലത്തെ സാമൂഹ്യ പ്രവർത്തനം നടത്തി പരിചയമുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കൊല്ലക്കാലം ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു അപകടമായി പോകുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്ന പോലെയുണ്ട്. എന്താണ് അങ്ങ്? കാരണം എനിക്ക് തോന്നുന്നു ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ വരെ പച്ചയായ വർഗീയത പറയാൻ തയ്യാറാകുന്ന ഒരു കാലമാണിത്. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ നട്ടുനനച്ച് വളർത്തുന്ന പ്രക്രിയയിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാകുന്നുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. വളരെ വലിയ ആദർശങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും അതുപോലെ സംഘടനകളും പോലും അങ്ങ് സൂചിപ്പിച്ച മിസ്റ്റർ ശ്രീകണ്ഠൻ സൂചിപ്പിച്ച ആ ചാലിലൂടെ ചലിക്കാനുള്ള ഒരാവേശം കാണിക്കുകയും അത് നമ്മുടെ സമൂഹത്തിൽ വളരെ ഗുണകരമല്ലാത്ത, തീരെ ഗുണകരമല്ലാത്ത പല വിധത്തിലുള്ള പ്രവണതകൾക്ക് തുടക്കം കുറിക്കുകയും അത് ആളിക്കത്തുമോ എന്ന് ഭയക്കുന്ന ആ തലത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്ന ഒരു സമയത്താണ് വാസ്തവത്തിൽ SKN നിങ്ങൾ ഈ ചർച്ച തുടങ്ങിയത്. നമ്മളെ ഇതൊക്കെ കുറേ കാലമായി അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മുടെ നാടിങ്ങനൊന്നും അല്ലല്ലോ. അപ്പോൾ ഈയിടെ നമ്മുടെ ഒരു ബഹിരാകാശ സഞ്ചാരി കോഴിക്കോട് വന്നിരുന്നു, അങ്ങ് അറിഞ്ഞെന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ആകാശത്തു നിന്ന് നോക്കുമ്പോൾ, ബഹിരാകാശത്ത് നോക്കുമ്പോൾ എല്ലാം ഒന്നുപോലെ തോന്നിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇറങ്ങി കഴിയുമ്പോഴേക്കും വളരെ മോശമായി അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ രംഗത്തെ ആളുകളാണോ അതോ സമുദായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണോ ഇത് കൂടുതൽ നിശ്ചിതമായി ഇപ്പോൾ പറയുന്നത്? സമുദായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സ്വാഭാവികമായിട്ടും അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളും അവകാശങ്ങളും അവരുടെ പരാതികളും ഒക്കെ ഉന്നയിക്കുക എന്ന് പറയുന്നത്, അതിനെ നമുക്ക് ഒരു അളവ് വരെ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അത് ഒഴിവാക്കാൻ പറയേണ്ടി വരും, ഒഴിവാക്കാൻ കഴിയത്തില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രതലത്തിലേക്ക് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഒരു ലാർജർ പ്ലെയിനാണ്. ആ ലാർജർ പ്ലെയിനിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാനും അത്തരത്തിലുള്ള ഒരു ചിന്തകൾ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന വാക്കോ പ്രവൃത്തിയോ ശരീരഭാഷയോ അവരുടെ പെരുമാറ്റത്തിലോ കാണാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രം, അങ്ങനെ ഒരു നിലപാട്, അങ്ങനെ കർക്കശമായിട്ടുള്ള ഒരു നിലപാടോ ഒന്നും പലരും, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഗതിയാണ്. ഇതുമൊക്കെ ഈ കാലഘട്ടത്തിന് ഇപ്പോൾ ഒരു ഭൂഷണമാണ്. ഇതും കൊണ്ടൊക്കെ നടന്നാലും പത്മഭൂഷണമൊക്കെ കിട്ടും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയല്ലേ